ഹായ് ഗായ്സ്, കിടുകിടു കിടുക്കാച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് കല്ലുമ്മക്കായ് അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് എനിക്ക് 200 റുപ്യക്ക് 2 കിലോ കല്ലുമ്മക്കായ് താനാളൂർ അങ്ങാടിയിൽ നിന്ന് കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ 900 വാട്ട്സിൽ നമ്മൾ ഈസി കുക്കിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് ഇത് തോടൊക്കെ പുറത്ത് കളഞ്ഞ് അതിൻ്റെ കാമ്പ് മാത്രം എടുത്ത് നമ്മൾ അച്ചാറിടും. ഓക്കെ ഗായ്സ് നമ്മൾ കല്ലുമ്മക്കായ് ഇതാ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി തേച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് പൊരിക്കാനുള്ള പരിപാടിയാണ് ഗൈസ്. പൊരിച്ചിട്ട് വേണം നമുക്ക് അച്ചാറിടാൻ. അപ്പോൾ ഈസി കുക്കിൽ നമ്മൾ 900 വാട്ട്സ് വെച്ച് എണ്ണ ചൂടാക്കിയിരിക്കുന്നു. ഇനി നമ്മൾ ഈ സാധനം ഇട്ട് കൊടുക്കും. ബിസ്മില്ലാഹ്. ഗൈസ് നമ്മളൊരു സ്റ്റെപ്പ് അതങ്ങനെ പൊരിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. അടുത്തതോടെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. 150 വാട്ട്സ് മതി ഗൈസ്. നമ്മൾ പൊരിക്കാൻ 150 വാട്ട്സ് നമ്മൾ പൊരിക്കേണ്ട ഗൈസ്. ഇത്രകൂടെ കഴിഞ്ഞാൽ അച്ചാറിടൽ കർമ്മം ആരംഭിക്കും ഗൈസ്. നമ്മളത് അതിലേക്ക് വെളുത്തുള്ളി പൊരിച്ചെടുത്തിട്ടുണ്ട്. 2-3 പിടി വെളുത്തുള്ളി പൊരിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് പച്ചമുളക്, അതേമാതിരി ഇഞ്ചി ഇതിലിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. കരിവേപ്പില ഇതെല്ലാം ഇതിലേക്കുണ്ട് പൊരിച്ചെടുക്കാറുണ്ട് ഗൈസ്. ചൂടുള്ള ചട്ടിയാണ് ഗൈസ്. ഇങ്ങനെ പിടിച്ചും കൊണ്ട് ഇളക്കുന്നത്. അതാണ് ഈസി കുക്കിൻ്റെ പ്രത്യേകത. 150 വാട്ട്സിൽ ഇപ്പോൾ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി വാട്ടിയെടുക്കട്ടോ. വെളുത്തുള്ളി വാട്ടിയെടുക്കുമ്പോൾ ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില ഇത് 3 വാട്ടിയെടുത്ത പരിപാടി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ആ എണ്ണ തന്നെയാണ് ഗൈസ് ഇതിവിടെ ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് അച്ചാർ പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് അച്ചാറിടാനുള്ള പരിപാടിയാണ് ഗൈസ്. ആദ്യമായിട്ട് നമ്മളിതിൽ കടുക് ചേർക്കുകയാണ് ഗൈസ്. 1 സ്പൂണ് 1.5 സ്പൂണ് കടുകാണ് ഗൈസ് ചേർക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ പൊടി ഇടാൻ പോവാണ് ഗൈസ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കളർ പൊടി, കായപ്പൊടി മുതലായവ ചേർക്കുന്നത്. കുറച്ച് ഉള്ളി അതിൽ ആദ്യം ഇട്ടിട്ടുണ്ട്, കരിഞ്ഞ് പോകാതിരിക്കാനാണ് ഗൈസ്. നല്ല മൂപ്പിച്ചെടുക്കുക ഗൈസ്. പൊടി അപ്പം നല്ല മൂത്ത് നല്ലൊരു അച്ചാറിൻ്റെ മണം വരുന്നുണ്ട്. ഇപ്പോഴാണ് നമ്മളിതിലേക്ക് എന്ത് ആഡ് ചെയ്ത് കൊടുക്കുക? സുർക്ക, വിനാഗിരി എന്നൊക്കെ പറയും ഗൈസ്. വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കണം. വിനാഗിരി ആഡ് ചെയ്ത് കൊടുത്ത് അതിലേക്കാണ് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച കല്ലുമ്മക്കായ ഇടാൻ പോകുന്നത്. അങ്ങനെ കല്ലുമ്മക്കായ അച്ചാർ റെഡിയാവും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ അവസാന മിനുക്ക് പണിയിലേക്ക് കിടക്കുകയാണ്. നമ്മൾ സാധനങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്താണ് ഗൈസ്. സുർക്ക അച്ചാറൊക്കെ മൂത്ത റെഡിയായി നല്ല സ്മെല്ലുണ്ട് ഗൈസ്. ഇതിൽ നിന്ന് തിളക്കോളം നമ്മൾ ഓണാക്കിയിട്ടാണ് പിന്നെ നമുക്കിത് ഓഫാക്കാം ഗൈസ്.